തെരുവ് പട്ടിക്കൊക്കെയാണോ ചോറ് കൊടുക്കുന്നത്? എനിക്ക് വന്നൊരു കമൻറ്റാണ് കേട്ടോ. നമ്മുടെ പപ്പിക്കുട്ടന് ഫുഡ് കൊടുക്കണത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ആ കമൻറ്റിന് ഞാനൊരു മറുപടി കൊടുക്കാൻ പോയില്ല. കാരണം ഞാനൊരു മറുപടി കൊടുത്താലും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച വ്യക്തിക്ക് ഞാൻ എന്ത് മറുപടി പറഞ്ഞാലും മനസ്സിലാവില്ല. എനിക്ക് വേണമെങ്കിൽ പറയാം, തെരുവ് പട്ടിക്കായാലും വീട്ടിൽ വളർത്തുന്ന പട്ടിക്കായാലും നമ്മൾ മനുഷ്യർക്കായാലും വിശപ്പും വയറും ഒക്കെ ഒരുപോലെയാണ്. അവർക്ക് എന്താ വിശക്കില്ലേ എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് ചോദിക്കായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ഒരു മറുപടി അയാളോട് പറഞ്ഞാലും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് അയാൾക്കത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ പിന്നെ മൗനം പാലിക്കണമെന്നാണ് ബുദ്ധിയെന്ന് എനിക്ക് തോന്നി. കാരണം മൗനം മന്ദനും വിദ്വാനും ഭൂഷണം എന്നാണല്ലോ. അപ്പോൾ എന്നെ അതിലൊരു മന്ദനായിട്ടോ എന്താച്ചാ കരുതിക്കോട്ടെ എന്ന് ഞാനും കരുതിയിട്ടോ. തെരുവ് പട്ടിക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് ഒരു കുറച്ചിലായിട്ട് തോന്നിയ ആളോട് പിന്നെ ഞാൻ എന്ത് മറുപടി പറയാനാണ്? അത് കാരണം കൊണ്ട് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പം നമ്മുടെ പപ്പിക്കുട്ടൻ എന്താ ഗേറ്റിൻ്റെ അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ പപ്പിക്കുട്ടനെ എൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ ഫുഡ് ചോദിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കൊടുത്തിരിക്കും കേട്ടോ. ഇനി നാളെ എൻ്റെ തല കൊയ്തെടുക്കും എന്ന് പറഞ്ഞാലും ഞാൻ കൊടുക്കും. ഇനിയിപ്പോൾ അതിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മളത് കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കും. കാരണം ഇനിയിപ്പോൾ അതൊരു മനുഷ്യനായിക്കോട്ടെ, വിശന്ന് വന്നിട്ട് ഭക്ഷണം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് കഴിക്കാൻ വെച്ച ഭക്ഷണം അതിൽ എടുത്തു കൊടുക്കും. നമുക്കത് അങ്ങനെ അല്ലാതെ നമുക്കൊരു നാളെ എന്ന് പറയുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലില്ല. നമുക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയൂല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പപ്പിക്കുട്ടന് നമ്മൾ മീനൊക്കെ കൂട്ടിയിട്ട് ചോറ് കൊടുക്കണം കേട്ടോ. അപ്പോൾ രാവിലെ ബ്രെഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും പൂച്ചക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് പൊറോട്ട കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ പപ്പിക്കുട്ടന് ഒരു പൊറോട്ട എടുത്ത് വെച്ചിട്ട് അതും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ പപ്പിക്കുട്ട അതൊക്കെ കഴിച്ചാലും പപ്പിക്കുട്ടന് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് മീൻ കൂട്ടി ചോറുണ്ണാനാണ് കേട്ടോ. അപ്പോൾ ഈ പപ്പിക്കുട്ടനെ ഈ തണുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ ഫുഡ് കൊടുത്തത്. അപ്പം ഞാൻ ഇത്തിരി ഇപ്പുറത്തേക്ക് നീക്കി വെച്ച് കൊടുത്തു കേട്ടോ. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പപ്പിക്കുട്ടനെ നേരെ കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ പപ്പിക്കുട്ടന് ബുദ്ധി ഇത്തിരി കുറവാണെന്ന് ഞാൻ എപ്പോഴും പറയുമല്ലോ. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും നമ്മുടെ വീട്ടിൽ എത്തിപ്പെടാനുള്ള കാരണം എന്നൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ. പക്ഷെ പപ്പിക്കുട്ടന് അത്യാവശ്യം ബുദ്ധിയുണ്ട് കേട്ടോ. കാരണം അത് ഇന്ന് ഞാനൊന്ന് പരീക്ഷിച്ച് മനസ്സിലാക്കി. കണ്ടോ, ആദ്യം വെച്ച് കൊടുത്ത സ്ഥലത്ത് കുറച്ചിങ്ങനെ ചോറിൻ്റെ വറ്റി കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പോയി കഴിച്ചു, പ്ലേറ്റിലുള്ളതും കഴിച്ചു. പക്ഷെ ഞാൻ കൊണ്ടുവന്ന പ്ലേറ്റിലത്തെ ഫുഡ് ഞാൻ മൊത്തം അവന് വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതും കൂടി വേണം പറഞ്ഞിട്ട് എന്നെ നോക്കിയിട്ട് ഒരൊറ്റ നിൽപ്പങ്ങട് നിന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആൾക്ക് അത്യാവശ്യം ബുദ്ധിയുണ്ട്. അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ട് പോലോ. അപ്പോൾ എനിക്ക് കൊണ്ടുവന്ന ഭക്ഷണത്തിൽ കുറച്ചും കൂടി ബാക്കിയുണ്ടല്ലോ, അതെന്താ തരാത്തതെന്ന് ചോദിച്ചിട്ട് അവിടെ അങ്ങോട്ട് നിന്നു കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. സാധുവാണെങ്കിൽ അവന് അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സാധു പട്ടിക്കുട്ടനാണ് കേട്ടോ, തീരെ കഴിവൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഫുഡ് കഴിച്ച് അങ്ങനെ പിന്നിലേക്ക് ഒരു നടത്താണ് കേട്ടോ. അപ്പം നമ്മുടെ ബൊമ്മിക്കുട്ടിക്കോ കുറിഞ്ഞിക്കൊന്നും പപ്പിക്കുട്ടനോ ഫുഡ് കൊടുക്കണോണ്ട് ഒരു കുഴപ്പമില്ല. കുഴപ്പമുള്ള ആളേതാ ഇവിടെ അടച്ചിട്ടിരിക്കുന്നുണ്ട്, നമ്മുടെ വില്ലാളി വീരൻ പീക്കിരിക്കുട്ടൻ. പീക്കിരിക്കുട്ടൻ ഇവിടെ കിടന്നിട്ട് എന്തൊരു ബഹളമായിരുന്നു എന്നറിയോ. എന്നെ തുറന്നു വിടൂ, ആരാ ചോറ് കൊടുക്കാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് പീക്കിരിക്കുട്ടൻ ഇവിടെ ഭയങ്കര ബഹളമാണ് കേട്ടോ. ചെറിയ കുട്ടിയല്ലേ, വലുതാവുമ്പോൾ അവനെല്ലാം മനസ്സിലാവും.